ഇന്നലെ നെതന്യാഹുവിന്റെ 6 വിരലുണ്ട് എന്നും പറഞ്ഞൊരു, സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് എന്തെങ്കിലും പ്രാധാന്യം കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കേരളത്തിൽ ഇതൊക്കെ കുറെ ദിവസമായിട്ട് ഓടുകയാണ്. ഇല്ല, ചില സിനിമകൾ, നീലക്കുയിൽ സിനിമയൊക്കെ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളുടെ വില്ലേജിലെ തിയേറ്ററിൽ ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് അവർക്കൊരു ആശ്വാസമായതുകൊണ്ട് പിന്നെ എല്ലാവരും നെതന്യാഹുവിന്റെ കയ്യിൽ 6 വിരലുണ്ടായിരുന്നു. ഞാൻ ആ പ്രസംഗം എൻ്റെ കണ്ടതാണ്. അതിനകത്ത് ഏത് ഘട്ടത്തിൽ നോക്കിയാലും 5 വിരലേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ തട്ടിക്കില്ല, എന്താണ്, പഴുതുണി ഇട്ട പട്ടിക്കുട്ടിക്ക് പഴുതുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കടിച്ചു പറിച്ച് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നടക്കുമല്ലോ, അമ്മാതിരി ഇത് വെച്ച് ഇങ്ങനെ നടക്കായിരുന്നു. ഈ 6 വിരൽ 6 വിരൽ 6 വിരൽ. അത് ഈ ഒരു മതമൂർച്ചയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓഫ് കോഴ്സ്. ബട്ട് സ്റ്റിൽ ഇന്നലെ നെതന്യാഹു ഇത് വെച്ച് എൻ്റെ കയ്യിൽ 5 വിരലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നെതന്യാഹുവിൻ്റെ ഒക്കെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ച് നോക്കാം. ഇതേപോലെയൊക്കെ ലെവലിലൊക്കെ ഓരോരുത്തർ സംസാരിച്ച് വരുമ്പോൾ അതിന് മറുപടി പറയേണ്ടുന്ന അതാണ് എനിക്ക് തോന്നുന്നു കഷ്ടം തോന്നി എനിക്ക്. പിന്നെ നെതന്യാഹു അങ്ങ് ബങ്കറിലായിരിക്കുകയാണ്, ഭയങ്കര പേടിത്തുറയാണ്. കാമനി അങ്ങനെയല്ല. കാമനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാമനി എങ്ങനെയാണ്, കാമനി ബങ്കറിൽ ഇരിക്കും സാറേ എന്ന് പറഞ്ഞപ്പോ, ഇല്ല ഞാൻ ജനങ്ങളുടെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞവനാണ്. അതാണ് ഭയങ്കരം. ഈ മനുഷ്യനെ എനിക്ക് ഇഷ്ടമാണ്, എന്തോ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി കാമനി എവിടെ ഇരുന്ന കൊല്ലപ്പെട്ടത്? കാമനി കൊല്ലപ്പെട്ടത് ബങ്കറിൽ തന്നെയാണ്. ആ കെട്ടിടത്തിന്റെ അതിന്റെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ബങ്കറിൽ പോയില്ല. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിനാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള ബങ്കറിലാണ്. ബങ്കർ ബസ്റ്റർ തന്നെയാണ് അവിടെ ഇട്ടത്. അത് വെറുതെ ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയായിരുന്നില്ല തിരുമേനി ഈ കെട്ടിടത്തിന്റെ ഈ പറയുന്ന ആളുകളെ എല്ലാം IRGC ഭീകരന്മാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി മീറ്റിംഗ് നടത്തിയത് ബങ്കറിനുള്ളിൽ തന്നെയായിരുന്നു. ദാറ്റ് വാസ് എ ബങ്കർ. ബങ്കറിന് പുറത്തു നിന്നോ അല്ല, വെറുതെ കാറ്റുകൊള്ളാൻ പോയപ്പോഴൊന്നും അല്ല തിരുമേനി കൊല്ലപ്പെട്ടത്. ഇതൊക്കെ വെറുതെ അങ്ങ് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ധീരനായിരുന്നു. ഇനിയിപ്പോ ബോംബുകൾ വരുമ്പോ ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാലും, പണ്ടൊരു ഇങ്ങനെ ഒരു പ്രാർത്ഥന കാമനെ നടത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഓരോ തവണ പ്രാർത്ഥന നടത്തുമ്പോഴും കാമനെ മേലോട്ട് നോക്കും. ജസ്റ്റ് ഫോർ എ ഹൊറർ. പോട്ടെ, അതൊക്കെ നല്ലതാണ്. അതൊരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്. അത് ധീരത കുറവായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത് മനുഷ്യ ആരായാലും ചെയ്തു പോകുന്ന കാര്യമാണ്. പക്ഷെ ഇല്ലാത്ത സംഗതികൾ, ഇതാണ് ധീരത, ബങ്കറിൽ പോയിരുന്ന് കൊല്ലപ്പെട്ടിട്ട് ഇനി വേറെ ഏതെങ്കിലും ബങ്കറിന്റെ കാര്യമായിരിക്കും എനിക്ക് പറയുന്നത്. താഴത്തെ നിലയിൽ പോവുക, അതാണ് ഒരു അമളി. അത് ശരിയാണ്. നോക്കൂ, നമ്മുടെ തിരുമേനി ഏറ്റവും താഴത്തെ ബങ്കറിൽ ഇരുന്നില്ല, അതിന് തൊട്ട് മുകളിൽ ആയിപ്പോയി. അത് എന്താ കാര്യം? ജനങ്ങളുടെ ഒപ്പം തിരുമേനി ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിച്ചു. ഇമാതിരി. ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഭീരുവാണ്, ബങ്കറിൽ ഇരിക്കുന്ന ആളാണ്. ഇതാണ് പുള്ളി മിക്കവാറും അവിടെ സ്ഥലങ്ങളെല്ലാം ചെല്ലാറുണ്ട്, ക്യാബിനറ്റ് മീറ്റിംഗ് നടത്താറുണ്ട്. ഇത് പ്രസ് മീറ്റിനിടയ്ക്ക് നടത്തി, യുദ്ധത്തിനിടയ്ക്ക്. യുദ്ധം ഇല്ലെങ്കിൽ തന്നെ പ്രസ് മീറ്റ് നടത്താത്തവരാണ് ഇവിടെ കൂടുതലും. നമ്മുടെ മോദി ഒന്നും ഒരു പ്രസ് മീറ്റ് നടത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അമ്മാതിരിയുള്ള ഒരാളെ വീരു എലി എന്നാലും they want to see him killed, anyway, that's all. അതേ ഉള്ളൂ. എന്തായാലും നെതന്യാഹു ഒക്കെ ഭീരു എന്നുള്ള ഗണത്തിൽ നിങ്ങൾക്ക് പെടുത്താൻ പറ്റുന്ന ഒരാളല്ല. ബേസിക്കലി ഹി വാസ് എ എക്സ് കമാൻഡോ. നെതന്യാഹു അല്ല, ഈ ഇസ്രായേലിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരും നല്ല മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്.